നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്ന് കളക്ടർ. 3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച റാപ്പർ വേടൻ. നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ല. തൃശൂർ ടൗൺ ഹാൾ ഒരു മാന്തോപ്പായി മാറി. മധുരമൂറുന്ന തേൻ കിനിയുന്ന 1000 മാമ്പഴങ്ങളുള്ള മാന്തോപ്പ്. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. മാർക്കറ്റിലും പരിസരത്തും തെരുവ് നായ് ശല്യം. അടിയന്തര നടപടിയുമായി ചാലക്കുടി നഗരസഭ. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 29-ന് ശരികളുടെ ആഘോഷം എന്ന തലവാചകത്തിൽ തൃശൂർ ഡിവിഷൻ സമ്മേളനം ആമ്പല്ലൂരിൽ. CPI വരന്തരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂര മഹോത്സവവും ബുധനാഴ്ച. വിശദമായ വാർത്തയിലേക്ക്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്ന് കളക്ടർ. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഉത്തരവ് ദേശീയപാത അതോറിറ്റി പാലിക്കുന്നുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണം. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പായ ശേഷം ഉത്തരവ് പുനഃപരിശോധിക്കും. അടിപ്പാത നിർമ്മാണ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് സഹായത്തോടെ ആവശ്യമായ നടപടി സ്വീകരിക്കാനും ദേശീയപാത അതോറിറ്റിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാത 544-ൽ ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും ഗതാഗതക്കുരുക്കാണെന്ന പരാതിയെ തുടർന്ന് ദേശീയപാത അതോറിറ്റിയുമായി ജില്ലാ ഭരണകൂടം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. കുരുക്കൊഴിവാക്കാൻ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തലാക്കാൻ ഏപ്രിൽ 16-ന് എടുത്ത തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റി സാവകാശം ആവശ്യപ്പെട്ടതിനാൽ പിൻവലിക്കുകയായിരുന്നു. ഏപ്രിൽ 28-നകം പരിഹാരം കണ്ടില്ലെങ്കിൽ ഏപ്രിൽ 16-ലെ തീരുമാനം നടപ്പാക്കുമെന്ന് 22-ലെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റി ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. ചാലക്കുടി ഡിവൈഎസ്പി, ചാലക്കുടി RTO, ചാലക്കുടി തഹസിൽദാർ എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. 3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച റാപ്പർ വേടൻ. നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ല. ലഹരി ഉപയോഗിക്കുന്നതിനെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും വേടൻ പോലീസിനോട് പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നും ചോദ്യം ചെയ്യലിൽ വേടൻ പറഞ്ഞു. പോലീസ് പിടികൂടിയ ശേഷം ഫ്ളാറ്റിൽ വെച്ചാണ് പോലീസിനോട് വേടൻ ഇക്കാര്യം പറഞ്ഞത്. വേടനെതിരെ ലഹരി ഉപയോഗം, ഗൂഢാലോചന വകുപ്പുകളാണ് ചുമത്തിയത്. കേസിലെ 2ാം പ്രതിയാണ് വേടൻ. കഞ്ചാവ് ഉപയോഗത്തിനിടെയാണ് വേടനടക്കം 9 പേർ പിടിയിലായതെന്ന് FIR പറയുന്നു. കേസിൽ റാപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം വേടന്റെ മാലയിലെ പല്ല് പുലിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് ജാമ്യം ലഭിക്കുന്നതും അല്ലാത്ത വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ വേടനെ ഹാജരാക്കും. വനം വകുപ്പ് കേസെടുത്തതോടെ വേടനെ തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ നിന്നാണ് കോടനാടേക്ക് കൊണ്ടുപോയിരുന്നത്. വനം വകുപ്പ് കേസെടുത്തതോടെ വേടനെ തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ നിന്ന് കോടനാടേക്ക് കൊണ്ടുപോയിരുന്നു. തൃശൂർ ടൗൺ ഹാൾ ഒരു മാന്തോപ്പായി മാറി. മധുരമൂറുന്ന തേൻ കിനിയുന്ന 1000 മാമ്പഴങ്ങളുള്ള മാന്തോപ്പ്. തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷിവകുപ്പ്, കാർഷിക സർവകലാശാല, ഇൻഡിജീനസ് മാംഗോ ട്രീ കൺസർവേഷൻ പ്രൊജക്ട്, DTPC എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള മാങ്ങ മേള കാണാൻ ടൗൺ ഹാളിലെത്തിയാൽ ഒരുപാട് മാഞ്ചുവട്ടിൽ എത്തിയ പോലെയാണ്.
കുട്ടിക്കാലം തൊട്ട് കേട്ട് കൊതി തോന്നിയ മാമ്പഴങ്ങൾക്കൊപ്പം പുതുമയുള്ള പേരുകളുമായി ഒട്ടനവധി മാമ്പഴങ്ങളുമുണ്ട്. ജോളി, മുംതാസ്, മേനക, നീലകണ്ഠൻ, അലിക്കുട്ടി, പത്മിനി, അമ്പിളി, വെങ്കിടി, സൽമ, അശ്വിൻ, അങ്ങനെ ഒരു ക്ലാസ്സിലെ ഹാജർ ബുക്കിലെ പേരുകൾ പോലെ മാമ്പഴങ്ങളുടെ പേരുകൾ നീളുന്നു. പേരുകളിലെ വൈവിധ്യം രുചിയിലും വലിപ്പത്തിലും ആകൃതിയിലും മണത്തിലും നിറത്തിലുമുണ്ട്. മൂവാണ്ടനും പ്രിയൂരും കിളിച്ചുണ്ടനും മാത്രം അറിയുന്നവർക്ക് ഇത് പൂരകാലത്തെ മാമ്പഴ കുടമാറ്റമാണ്. പൊതിക്കാത്ത ഒരു നാളികേരത്തിന്റെ അത്ര വലിപ്പമുള്ള മാമ്പഴവും ഉരുളൻ കല്ലിന്റെ വലിപ്പമുള്ള മാങ്ങയും മേളയിലുണ്ട്. 1500-ലധികം മാമ്പഴ ഇനങ്ങൾ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. ഭീമൻ മാംഗോശ്രീയും കുഞ്ഞൻ കടുക്കയുമാണ്. മാംഗോശ്രീ 8 കിലോയുണ്ട്. അൽഫോൻസ, മന്ദാകിനി, കോസാപുരി, ബ്ലാക്ക് ആൻഡ്രൂസ്, മല്ലിക, ജഹാംഗീർ, മെർക്കുറി, കോട്ടപ്പറമ്പൻ, അർജുൻ, അങ്കൂർ എന്നിങ്ങനെ നീളുന്നു വൈവിധ്യമാർന്ന ഇനങ്ങൾ. സിന്ദൂരം, സുന്ദരി, കൊളമ്പ്, ബ്ലാക്ക് റോസ്, ബങ്കനാംപള്ളി, പ്രിയൂർ, മൂവാണ്ടൻ എന്നീ മാമ്പഴങ്ങളും സുലഭം. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് ഇൻഡിജീനസ് മാംഗോ ട്രീ കൺസർവേഷൻ ടീമിന്റെ പ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തങ്ങളായ ഇത്രയധികം മാമ്പഴങ്ങളും മാങ്ങകളും ശേഖരിച്ചത്. മാമ്പഴ ഐസ്ക്രീമുകളും മാമ്പഴ പായസവും മാങ്ങാ ജ്യൂസും ജാമുകളും അച്ചാറുകളും ഇവിടെയുണ്ട്. പഴുക്കുന്നതിന് മുൻപ് പച്ച നിറത്തിലും പഴുത്താൽ മഞ്ഞയിലും മാത്രമല്ല മാങ്ങയുള്ളത്. മഞ്ഞ നിറത്തിലുള്ള മാങ്ങ കണ്ടാൽ പഴുത്തുവെന്ന് തോന്നുമെങ്കിലും പച്ചയാണെന്ന് അറിയുമ്പോൾ അത്ഭുതം തോന്നും. പഴുക്കും മുൻപേ മേക്കപ്പിട്ട് സുന്ദരിയായ നല്ല മഞ്ഞ പച്ചമാങ്ങ. നട്ടുവളർത്താൻ മാവിൻ തൈകളും വിൽപ്പനയ്ക്കുണ്ട്. മാവ് കൃഷിയെക്കുറിച്ച് സെമിനാർ, പരിപാലന നിർദ്ദേശങ്ങൾക്കും സംശയ ദൂരീകരണത്തിനും മാംഗോ ക്ലിനിക് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. മാങ്ങാമേള മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. മേള ഇന്ന് സമാപിക്കും. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. ചാലക്കുടി മോതിരക്കണ്ണി പരിയാരം വില്ലേജ് മണ്ണുംപുറം ദേശത്ത് കുഴിക്കാടൻ വീട്ടിൽ ശിവൻ എന്നയാളെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 11 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത്. പോക്സോ ആക്ട് സെക്ഷൻ 7-8 പ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പിഴ നൽകുന്നില്ലെങ്കിൽ അധികമായി 3 മാസം കഠിന തടവ് അനുഭവിക്കണം. പോക്സോ ആക്ട് സെക്ഷൻ 9-10 പ്രകാരം 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, പിഴ നൽകുന്നില്ലെങ്കിൽ അധികമായി 5 മാസം കഠിന തടവ് അനുഭവിക്കണം. IPC സെക്ഷൻ 354A പ്രകാരം ശിക്ഷ 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പിഴ നൽകുന്നില്ലെങ്കിൽ അധികമായി 3 മാസം കഠിന തടവും അനുഭവിക്കണം എന്നിങ്ങനെയാണ് ശിക്ഷ വിധിച്ചത്. പിഴ ഒടുക്കിയാൽ അത് അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T. ബാബുരാജ് ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ചിത്തിര VR ഏകോപിപ്പിച്ചു. മാർക്കറ്റിലും പരിസരത്തും തെരുവ് നായ്ശല്യം. അടിയന്തര നടപടിയുമായി ചാലക്കുടി നഗരസഭ. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ആളുകളെയും മറ്റ് നായ്ക്കളെയും ആക്രമിച്ച തെരുവ് നായ ചത്തതിനെ തുടർന്ന് മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും 30ഓളം തെരുവ് നായ്ക്കളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് നഗരസഭ മാറ്റി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മാർക്കറ്റിൽ സ്ഥിരമായി കണ്ടിരുന്ന ഒരു നായ മാർക്കറ്റിലെത്തിയ ചിലരെയും മറ്റ് നായ്ക്കളെയും ആക്രമിച്ചത്. രാത്രിയിൽ തന്നെ നഗരസഭാ ജീവനക്കാർ മാർക്കറ്റും പരിസരവും നിരീക്ഷിച്ചുവെങ്കിലും നായയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഈ നായയെ മാർക്കറ്റ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. തുടർന്നാണ് ഈ ഭാഗത്ത് സ്ഥിരമായി കാണുന്ന 20ലേറെ തെരുവ് നായ്ക്കളെയും ഗവൺമെന്റ് ആശുപത്രി, പള്ളി കനാൽ എന്നിവിടങ്ങളിൽ നിന്നും 10ഓളം തെരുവ് നായ്ക്കളെയും നഗരസഭ ചുമതലപ്പെടുത്തി ഡോഗ് സ്ക്വാഡ് പിടിച്ച് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. തൊട്ടടുത്ത ദിവസം മൂഞ്ഞേലി ഭാഗത്ത് ഒരു നായയെ അസ്വാഭാവികമായി കാണുകയും പിറ്റേ ദിവസം നായ ചാവുകയും ചെയ്തിരുന്നു. ഇവിടെയും സംഘമെത്തി 5 നായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ചത്ത 2 നായ്ക്കളെയും മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഇതിൽ മാർക്കറ്റിൽ ചത്തത് പേവിഷബാധയുള്ളതും
മൂഞ്ഞേലിയിലേത് പേവിഷബാധ ഇല്ലാത്തതുമെന്ന് കണ്ടെത്തിയിരുന്നു. തെരുവ് നായ്ക്കളെ കൊണ്ട് കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണവും ഇപ്പോഴത്തെ നടപടിയും തുടരും. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 29-ന് ശരികളുടെ ആഘോഷം എന്ന തലവാചകത്തിൽ തൃശൂർ ഡിവിഷൻ സമ്മേളനം ആമ്പല്ലൂരിൽ. വൈകിട്ട് വെണ്ടൂരിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് നടത്തുന്ന വിദ്യാർത്ഥി റാലിയോടെ സമ്മേളനം ആരംഭിക്കും. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ SSF സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി കണ്ണൂർ പ്രമേയ പ്രഭാഷണം നടത്തും. ലഹരി ഉപയോഗത്തിന്റെ മാരക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഉണർത്തുന്ന വോയിസ് ഓഫ് ഹോപ്പ് പദ്ധതിയും സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകളെ അത് ലഘൂകരിക്കുന്നതിനെ പറ്റിയും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്ന സ്ട്രീറ്റ് പൾസും യൂണിറ്റുകളിൽ നടക്കും. കൂടാതെ സെക്ടർ കേന്ദ്രങ്ങളിൽ സേ നോ ലെറ്റ്സ് ഗോ എന്ന പേരിൽ ആന്റി ഡ്രഗ് മാരത്തോണും സംഘടിപ്പിക്കും. ഡിവിഷൻ പ്രസിഡന്റ് ജൌഹർ അദനി കാമിൽ സഖാഫി, സെക്രട്ടറിമാരായ സ്വാധിക് കോടാലി, മുർഷാദ് കോടാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്ന തലത്തിലേക്ക് രണ്ടാമത്തെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികളിൽ ശരികളുണ്ട് ധാരാളം. അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് SSFന്റെ ഓരോ വിദ്യാർത്ഥികളും. CPI വരന്തരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ് എന്നിവർ അഭിവാദ്യം ചെയ്തു. ഷീല ജോർജ്, TN മുകുന്ദൻ, MK സുബ്രൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയവും VS ജോഷി, VK വിജയൻ, കലാപ്രിയ സുരേഷ് എന്നിവരടങ്ങുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഇന്നലെ നടന്ന ആവേശകരമായ റാലിക്ക് ശേഷം പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി VS പ്രിൻസ്, മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് MA ജോയ് എന്നിവർ അഭിവാദ്യം ചെയ്ത് പ്രസംഗിച്ചു. ലോക്കൽ സെക്രട്ടറി ബിനോയ് ഞെരിഞ്ഞമ്പള്ളി സ്വാഗതവും ഷീല ജോർജ് നന്ദിയും രേഖപ്പെടുത്തി. റാലിക്ക് TN മുകുന്ദൻ, NK സുബ്രൻ, PA ജോർജ്, VK വിജയൻ, KM അർഷാദ്, MC പ്രശാന്തൻ, KM അഷറഫ്, ബൈജു പൂങ്കാവനം, സന്തോഷ് OG, ജോസ് എന്നിവർ നേതൃത്വം നൽകി. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂര മഹോത്സവവും ബുധനാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ശേഷം പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി നടക്കും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 11:30 മുതൽ 1:40 വരെ കാവടിയാട്ടം നടക്കും. വൈകിട്ട് 3:30 മുതൽ 6 വരെ 60ഓളം മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുണ്ടാവും. തുടർന്ന് നാടൻ കലാരൂപങ്ങളുടെ വരവ്, ദീപാരാധന, 8-ന് നാടകം, 12 മുതൽ 2 വരെ കാവടിയാട്ടം, തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ഉത്സവ ദിവസം അന്നദാനമുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രൻ പുതിയേടത്ത്, KK ഹരിദാസ്, SK ചന്ദ്രൻ, VS സുമേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്ന് കളക്ടർ.
3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച റാപ്പർ വേടൻ. നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ല. തൃശൂർ ടൗൺ ഹാൾ ഒരു മാന്തോപ്പായി മാറി. മധുരമൂറുന്ന തേൻ കിനിയുന്ന 1000 മാമ്പഴങ്ങളുള്ള മാന്തോപ്പ്. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. മാർക്കറ്റിലും പരിസരത്തും തെരുവ് നായ് ശല്യം. അടിയന്തര നടപടിയുമായി ചാലക്കുടി നഗരസഭ. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 29-ന് ശരികളുടെ ആഘോഷം എന്ന തലവാചകത്തിൽ തൃശൂർ ഡിവിഷൻ സമ്മേളനം ആമ്പല്ലൂരിൽ. CPI വരന്തരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂര മഹോത്സവവും ബുധനാഴ്ച. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.